ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള 2024 കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്റ്റോളാണ്. ക്രിക്കറ്റ് പ്രേമികളെയും കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ച് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സും ക്യാപ്ചർ ചെയ്യുന്ന ഒരു സ്റ്റോളാണിത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഓരോ ഫോട്ടോയ്ക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് ഒരു ക്രിക്കറ്റ് എന്തൂസിയാസ്റ്റ് എന്നതിലുപരി BCCIയുടെ ലെവൽ 1 അമ്പയർ കൂടിയായിട്ടുള്ള അജയനെ കാണാം. ഹലോ. ഹായ്. KCAയുടെ സ്റ്റോൾ ഒരുപാട് പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആണല്ലേ. കേരളത്തിൽ ഫസ്റ്റ് ടൈം ഒരു ഇന്റർനാഷണൽ സമ്മിറ്റ് നടത്തുന്നു. ഇതിന് പിന്നിൽ കുറേ ഫോട്ടോസ് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമ്മുടെ ഈ സ്റ്റോള് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ KCAയുടെ ഹിസ്റ്ററി വരുന്നവരിലെത്തിക്കുകയും അതിൻ്റെ KCAയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വരുന്ന ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് പകർന്നു നൽകുകയും ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹിസ്റ്ററിയിൽ തുടങ്ങാം. This is the first Ranji Trophy team played for Kerala. This is actually Tirukochin team, and later on it is turned to Kerala team in 1956. So this is the first photograph we are showing. Kerala cricketന്റെ ഒരു ഗ്രേറ്റസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്ന ഒരു ഇമേജാണിത്. 86-87 നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യാപ്റ്റൻ S. രമേശ്, മുന്നത്തെ ഇന്ത്യൻ ജൂനിയർ സെലക്ടറായിരുന്ന ജയറാം സാർ എല്ലാവരും ഇവിടെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കഴിഞ്ഞ ദിവസങ്ങളിൽ മികച്ച അമ്പയർ BCCIയുടെ മികച്ച അമ്പയർ എന്ന ബഹുമതി നേടിയ K. അനന്തപത്മനാഭൻ സാറാണിത്. അദ്ദേഹം കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ക്ലാസ് വിക്കറ്റ്സ് നേടുകയും ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൻ്റെ പടിവാതിൽ വരെ എത്തിയിട്ട് മടങ്ങേണ്ടി വന്ന ഒരു പ്ലെയറാണ്. നിലവിൽ അദ്ദേഹം BCCI നോമിനേറ്റഡ് പാനലിൽ അംഗം കൂടെയാണ്. നമ്മളിപ്പോൾ കുറേ സെൽഫീസൊക്കെ എടുക്കുന്ന കാലമാണ് സെലിബ്രിറ്റീസിനൊക്കെ കാണുന്നത്. പക്ഷെ എന്നാലും ആ ജേഴ്സിയിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട താരത്തിൻ്റെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ അതിപ്പോഴും ഒരു വികാരം തന്നെയല്ലേ. ഇവിടെ കുറേ ജേഴ്സിയും സിഗ്നേച്ചേഴ്സൊക്കെ കണ്ടു. അപ്പോൾ അത് നമുക്ക് നോക്കാം അല്ലേ. ഈ ഒരു എക്സ്പോയുടെ മെയിൻ ഒരു അട്രാക്ഷൻ പോയിൻ്റാണ് ഈ കാണുന്നത്. നമുക്ക് ഈ നമ്പർ കാണുമ്പം തന്നെ എല്ലാവർക്കും അറിയാം, ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വിരാട് കോഹ്ലിയുടെ ജേഴ്സി നമ്പർ 18. ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസിൻ്റെ 100ാമത്തെ ടെസ്റ്റ് മാച്ചിൽ വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ച ഒരു മാച്ച് ജേഴ്സിയാണിത്. നമ്മൾ ഈ കാണുന്നത് സൗരവ് ഗാംഗുലിയുടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടെസ്റ്റ് മാച്ചിൽ അദ്ദേഹം അണിഞ്ഞിരുന്ന മാച്ച് ജേഴ്സിയാണ്. അതേപോലെ വിമൺ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ പടിവാതിലിൽ നിൽക്കുന്ന ഒരു അപ്കമിങ് ടാലൻ്റാണ് സജ്ന S. നമ്മുടെ അണ്ടർ 23 വിമൺ ആദ്യമായിട്ട് കേരളത്തിന് ഒരു ട്രോഫി കൊണ്ടുവന്നു. അത് ആ ടീമിനെ നയിച്ച സജ്നയാണ്. സജ്ന ഇത്തവണ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പാടണിയുന്നുണ്ട്. കേരള ടീമിൻ്റെ തന്നെ മറ്റൊരു സീനിയർ താരമാണ് രോഹൻ പ്രേം. ഇത് അദ്ദേഹത്തിൻ്റെ 100ാമത് ഫസ്റ്റ് ക്ലാസ് മാച്ചിന് ഞങ്ങളെടുത്ത ഒരു ഫോട്ടോഗ്രാഫാണ് ഈ കാണുന്നത്. കേരള ടീമിന് വേണ്ടി 5000 റൺസിന് മേലെ സ്കോർ ചെയ്ത താരം കൂടിയാണ് രോഹൻ പ്രേം. നമ്മുടെ KCAയുടെ സ്റ്റോളിൻ്റെ എൻട്രൻസിൽ തന്നെ സെൻറ്റർ പോർഷനിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ടേക്കിംഗ് ദ ഗെയിം ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? ഇത് ഞങ്ങളുടെ കേരള രഞ്ജി ട്രോഫി ടീം നമ്മുടെ ഹോം സോയിലിൽ വിക്ടറി നേടി ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്ന ഒരു വിന്നിങ് മൊമെൻ്റാണ് നമ്മൾ സ്റ്റോളിൻ്റെ തുടക്കത്തിൽ തന്നെ ആൾക്കാരിൽ അട്രാക്ഷനിൽ വേണ്ടി വച്ചിരിക്കുന്നത്. എനിക്കൊന്ന് കേരള ക്രിക്കറ്റ് പ്രേമികളും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളും ഒരുപാട് ആവേശത്തോടുകൂടി പറയുന്ന ഒരു പേരാണ് സഞ്ജു സാംസൺ. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് എൻട്രൻസിൽ തന്നെ കാണാൻ പറ്റും. അതെ, ഞങ്ങൾ ജനറൽ പബ്ലിക്കിനെ വെൽക്കം ചെയ്യുന്നത് തന്നെ കേരള ക്രിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തന്നെ തരംഗമായ സഞ്ജു സാംസണിൻ്റെ ഒരു ചിത്രത്തോടെയാണ്. കേരള രഞ്ജി ട്രോഫി ടീമിൻ്റെ നിലവിലെ ക്യാപ്റ്റൻ കൂടിയാണ് സഞ്ജു വി സാംസൺ. KCAയുടെ ഈ സ്റ്റോളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് സീനിയർ പ്ലേയേഴ്സിന് മാത്രമല്ല, വളരെ യങ് പ്ലേയേഴ്സിനും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു സ്റ്റോളാണ്. അപ്പോൾ നമ്മുടെ പ്രൗഡ് യങ് ബ്ലഡ് 16ാം വയസ്സിൽ ഏതൻ ആപ്പിൾടോൺ എന്ന ഒരു കൊച്ചു പയ്യൻ തൻ്റെ ആദ്യത്തെ രഞ്ജി ട്രോഫി മാച്ചിൽ 5 വിക്കറ്റ് ഹോൾ കരസ്ഥമാക്കിയത് കൊണ്ടാണ് ഈ ഒരു ചിത്രം തന്നെ ഇവിടെ നമ്മൾ വച്ചിരിക്കുന്നത്.
കെ സിയുടെ ട്രാൻസ്ഫോർമേഷൻസും അച്ചീവ്മെൻറ്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വെറും ഒരു എക്സിബിഷൻ സ്റ്റോൾ അല്ല ഇത്. ദിസ് ഇസ് എ വാക്ക് ത്രൂ ദ മെമ്മറീസ് ആൻഡ് മൊമെൻറ്റ്സ് ഓഫ് കെ സി എ. കെ സിയെ സംബന്ധിച്ചും ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചും ഒരുപാട് ചെറിഷ് ചെയ്യുന്ന മെമ്മറീസിൻ്റെയും മൊമെൻറ്റ്സിൻ്റെയും ഒരു കൾമിനേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.